എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. ലിപ് പിഗ്മെന്റേഷനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമ്മുടെ ചുണ്ടുകൾക്കുണ്ടാവുന്ന പിഗ്മെന്റേഷൻ. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതും പിന്നെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കാരണങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വിറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. അത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഏത് തരം വിറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മൾക്കത് വരുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി ആ ഡെഫിഷ്യൻസി മാറ്റേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷനാണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാത്തത് മൂലം നമ്മുടെ ചുണ്ടുകൾ വരണ്ട് ഉണങ്ങി അതുമൂലം പാടുകളും മുറിവുകളും ഒക്കെ ഉണ്ടായി പിഗ്മെൻറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അയൺ ഇൻടേക്ക് ആണ്. അതായത് ഒന്നിൽ നമ്മൾ അയൺ സപ്ലിമെൻറ്റ് എന്തെങ്കിലും കഴിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ അയൺ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇരുമ്പ് ശരീരത്തിൽ വളരെയധികമായിട്ട് ആഗീകരണം ചെയ്യും. അങ്ങനെ പിഗ്മെൻറ്റഡ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് അതിപ്പം നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിലോ അങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനോട് സംബന്ധമായിട്ട് ചുണ്ടുകൾ ഇങ്ങനെ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ കാണപ്പെടാറുണ്ട്. പിന്നെ അലർജിയാണ്. അതായത് നമ്മൾ ചുണ്ടിലിടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ അലർജി അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ അലർജി, പിന്നെ ഡൈ ചെയ്യുന്നവരിൽ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഇത് കാണാറുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ അലർജിയും ഇതിനൊരു കാരണമാണ്. പിന്നെ ഹോർമോണൽ ഡിസോർഡേഴ്സ്, അതായത് ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണമായിട്ട് ലിപ്പ് പിഗ്മെൻറ്റഡ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ സിഗരറ്റ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരിലും ചുണ്ടുകൾ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഡാർക്കായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ നാക്കുകൊണ്ട് ചുണ്ടിങ്ങനെ തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട്, ഇങ്ങനെ നാക്കിങ്ങനെ ചുണ്ടിൽ തട്ടുന്നത്. അപ്പോൾ അതുമൂലവും നമ്മുടെ ചുണ്ടിങ്ങനെ പിഗ്മെൻറ്റഡ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്തതിനെ മാറ്റാൻ പറ്റുമെന്നാണ് അടുത്തത് പറയുന്നത്. ആദ്യം തന്നെ നെയ്യ് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലാണ്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ രാത്രി കിടക്കാൻ നേരം ചുണ്ടിൽ പുരട്ടുക. അടുത്തതായിട്ട് കുങ്കുമാതി തൈലമാണ്. ഇതും രാത്രി കിടക്കാൻ നേരം ചുണ്ടി പുരട്ടുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ ചുണ്ടി പുരട്ടാൻ പറ്റുന്നതാണ് തേനും ഇതുപോലെ തന്നെ കിടക്കുമ്പോൾ ചുണ്ടി പുരട്ടിയിട്ട് കിടക്കുക. 1 ടീസ്പൂൺ തേൻ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാവുന്നതാണ്. അടുത്തതാണ് വാൾനട്ടിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജനെ ഇത് വർദ്ധിപ്പിക്കും. നമ്മുടെ ത്വക്കിനും ചുണ്ടിനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പം ഒന്നിൽ നമുക്ക് കുതിർത്തിട്ട് അത് കഴിക്കാം. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പേസ്റ്റ് ആക്കിയിട്ട് ചുണ്ടിൽ പുരട്ടാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് തൈര് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുങ്കുമത്തിൻ്റെ പൂ ഉണങ്ങിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു ചെറിയൊരു ഇതളും ഈ തൈരിനകത്ത് കുറച്ച് നേരം ഇട്ട് വെക്കുമ്പം തൈര് ഒരു ചെറിയ മഞ്ഞ കളറാകും. അത് നമുക്കങ്ങനെ ചുണ്ടി പുരട്ടുന്നത് നല്ലതാണ്. അടുത്തത് നാരങ്ങയാണ്. നാരങ്ങയിൽ ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതൊരു നല്ല ബ്ലീച്ചിങ് ഏജൻ്റാണ്. അപ്പം നമുക്ക് നാരങ്ങ നീര് ചുണ്ടിൽ പുരട്ടാം. അതായത് നാരങ്ങ നീരും പഞ്ചസാരയും കൂടെ സമം ചേർത്തിട്ട് ചുണ്ടിൽ പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് രാവിലെ നാരങ്ങ നീര് 1 ടീസ്പൂൺ നാരങ്ങ നീര് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും സ്കിന്നിനൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് ചുണ്ടിനും. പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് തണ്ണിമത്തൻ. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം തണ്ണിമത്തനകത്ത് നമുക്കറിയാം 97% വെള്ളമാണ്. അപ്പം അത് നമുക്ക് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. അപ്പം തണ്ണിമത്തൻ കഴിക്കാം. അലോവേരയുടെ മഞ്ഞക്കറ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് ചുണ്ടിൽ പുരട്ടാം. അടുത്തത് ഈ ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ചുണ്ടിൽ പുരട്ടുന്നത് നല്ലതാണ്. ബീട്രൂട്ട് നമുക്ക് തോരൻ വെച്ചിട്ടും ജ്യൂസ് അടിച്ചും അകത്തും കഴിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ പുറമേ പുരട്ടിയാലും അകത്ത് കഴിച്ചാലും നമ്മുടെ സ്കിന്നിനും ലിപ്പിനും ഒക്കെ നല്ലൊരു മോയ്സ്ചർ കൊടുക്കാൻ വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ചുണ്ടിൽ പുരട്ടാൻ പറ്റുന്നതാണ് മാതളം ഉണക്കി പൊടിച്ചിട്ട് അത് തൈരിൽ മുക്കി നമുക്ക് പുരട്ടാവുന്നതാണ്. അല്ലെങ്കിൽ മാതളത്തിൻ്റെ ഒരു 2-3 കുരുവിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് കിട്ടും. അത് ചുണ്ടിൽ പുരട്ടിയാലും മതി. പിന്നെ പച്ചമഞ്ഞൾ നന്നായിട്ട് തൊലി കളഞ്ഞ് ഒരു സ്ലൈസ് ആക്കിയിട്ട് നമുക്ക് ആ ഒരു ചെറിയ സ്ലൈസ് ചുണ്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ റെമഡീസ് എല്ലാം വളരെയധികം എഫക്റ്റീവാണ്. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരു 10 ദിവസത്തോളം നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ആ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യേണ്ട ആവശ്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് കണ്ടുപിടിച്ചാൽ അതുകൂടെ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുക. താങ്ക് യു സോ മച്ച്.